ഇന്ന് ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് എന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണാശാൻ വിളിച്ചപ്പോൾ അങ്ങനെ എനിക്ക് വേണോ എനിക്ക് വയ്യാന്നാണ് പറഞ്ഞു. എന്തായാലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ രാജരാജൻ എന്നെ പഠിപ്പിച്ചിട്ട് വലുതാക്കി. നമ്പേരാജൻ നല്ലോണം സഹായിച്ചു. പോരാത്തതിന് അച്യുരാജന്റെ സഹായം ഇത് പഠിപ്പിക്കാന്നുള്ളതല്ല, എന്നാൽ പഠിപ്പിക്കലുണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ 71 ഞാൻ വന്നപ്പോൾ ഞാൻ ആഗസ്റ്റിൽ ഞാൻ വേഷം കെട്ടി. എൻ്റെ നാട്ടിൽ മാരാര് ചെണ്ടപെട്ടെന്ന് കിടക്ക് വായിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആശാൻ പൊതുവാളാണെന്നോ കലാമത്തിൽ അധ്യാപകനാണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വരുമ്പോൾ കണ്ടിട്ടില്ല. കലാമത്തിൽ വന്നിട്ടും ഞങ്ങളുടെ കൂടിയാട്ടക്കളിൽ വേറെ സ്ഥലത്തും മറ്റുള്ള ചെണ്ട മക്കളും കഥകളിയൊക്കെ വേറെ സ്ഥലത്ത് വരുന്നുണ്ട്. ആശാൻ അവിടെയുള്ള ആളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കൂടിയാട്ടങ്ങൾക്ക് 71 മുതൽക്ക് ഞാൻ കണ്ടാണ് ആശാൻ കലാമത്തിലുള്ള കാലം വരെ അവിടുന്ന് വിരമിക്കുന്നത് വരെ കലാമത്തിൽ കൂടിയാട്ടത്തിന്റെ വിഭാഗത്തിന് അച്യുനാശാനാണ് നേരത്തെ വായിക്കാൻ വേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പരിചയത്തിലുള്ള ആശാനെ എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ. അപ്പൊ ഉണ്ണികൃഷ്ണൻ ആശാൻ പറഞ്ഞപ്പോ എനിക്ക് വൈക്കുന്ന പോലെ ചെയ്യാം, എനിക്ക് ചാടി കാണിക്കാനോ വീട്ടിനെ കൊടുക്കൽ ചാടാനോ ഒന്നും എനിക്ക് പറ്റിയ വൈക്കുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനത് ഏറ്റത്. എനിക്ക് വരാൻ സാധിച്ചു, ചെറുതായിട്ടൊക്കെ ചെയ്യാൻ സാധിച്ചു. വലിയ കേരളമായി അങ്ങനെ വളരെ പറ്റിയില്ല എൻ്റെ. എന്നാലും എനിക്ക് വരാൻ സാധിച്ചു. ഈ പ്രണതി അല്ലെ, പ്രണതി ഇവിടുത്തെ 3ാമത്തെ പരിപാടിയാണിത്. ഇതിനു മുമ്പ് കൂടിയാട്ടം ഈ പ്രണതിയുടെ ഭാഗമായിട്ട് കൂടിയാട്ടം അങ്ങോട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ആശാന്റെ ഭൈരവരാമചാര്യരാശന്റെയും നന്ദരാശന്റെയും അച്യുനാശന്റെ ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എന്നെ ആദ്യം വിളിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഒപ്പം ഞാൻ അന്യനങ്ങാരാണ്. ഇത് ഞങ്ങൾ നങ്ങാരല്ലാതെ എല്ലാവർക്കും അറിയാലോ. ഞങ്ങൾ അന്യവിഭാഗത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഞാൻ ഈശ്വരനിക്ക് വരാൻ സാധിച്ചു. അത് ഈശ്വരി പറയുന്നത് ഞാൻ പറയുന്ന സന്തോഷം. പക്ഷെ ഇപ്പൊ എന്തായാലും ആൾക്കാർ കുറവാണെങ്കിൽ എല്ലാ ആൾക്കാരും കൂടിയാട്ടിനെ കുറിച്ച് നങ്ങാരൂട്ടനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണെന്നാണ് ധരിക്കുന്നത്. ആദ്യം എന്നെ വിളിച്ചു. എനിക്ക് ഈ കാറമണ്ണയില് ഇങ്ങനൊരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളൊക്കെ ഞാൻ എന്റെ സന്തോഷം അറിയിക്കണം. നന്ദി എന്ന് പറഞ്ഞ മുദ്ര ഇല്ലാത്തത് നന്ദി എന്ന് ഞാൻ പറയുന്നില്ല, എന്റെ സന്തോഷം അറിയിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലൊന്നും പറയാനില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എന്റെ കലാകാരൻ ഈശ്വരനി, കലാമുള്ള വിജയുടെ കലാമുള്ള ഈശ്വരനി, അതുപോലെ ചെണ്ട അധ്യാപകനായ ഇടയ്ക്ക് വായിക്കുന്ന ഉണ്ണികൃഷ്ണൻ, പിന്നെ നങ്ങാരമ്മമാര് എന്റെ മകളാണെന്ന് അന്ന് എന്റെ പേരക്കുട്ടിയാണ്. അപ്പൊ ഞങ്ങളൊരു 3 തലമുറ ഒന്നിച്ച് അരങ്ങത്ത് നിന്നു. അത് വളരെ വളരെ സന്തോഷം. അത് രാജരാജന്റെ അനുഗ്രഹം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം കാരണം രാജരാജനാണ്. നിങ്ങൾക്ക് ഓരോരുത്തരും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഓരോരുത്തർക്കും കൂടിയാട്ടം കാണാൻ സാധിച്ചതും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നതും രാജരാജൻ കാരണമാണ് അല്ലേ. രാജരാജന് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ അതിന്റെ ചെറിയൊരു വെച്ചിട്ടുണ്ട്. വഴക്ക് കൂടാനൊന്നുമല്ല വെച്ചത്. പണ്ട് ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ശേഖരിച്ചു കൊണ്ട് വെച്ചതാണ്. പുസ്തകമൊക്കെ കണ്ടിട്ട് എനിക്ക് അറിയില്ല, നല്ല പറയണം. അതുകൊണ്ട് എന്നെ വിളിച്ചതിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ ഒക്കെ വളരെ വളരെ സന്തോഷം. ഇതിനൊക്കെ എൻ്റെ ഈ ഗുരുനാഥന്മാരെ പ്രണമിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുകയാണ്. അതും രാജരാജന്റെ അനുഗ്രഹമാണ്. ഞാൻ വലിച്ചു വാരി കാണിക്കണമെന്ന് എനിക്ക് തോന്നാറില്ല. വലിച്ചു വാരി കാണിച്ചെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്റെ ശരീരത്തിന്റെ ഇപ്പോഴത്തെ ഒരു അസ്വസ്ഥത വലിച്ചു വാരി കാണിച്ചിട്ടുണ്ടാവാം. രാജരാജൻ കലാമത്തിലെ കൂടിയാട്ട കളിയിലെ കൊട്ടുകാരാണെങ്കിലും കൊട്ടുകാരനെ വിഷം പഠിപ്പിക്കണമെങ്കിലും എന്നാലും അതിനെ ഒതുക്കാൻ വേണമെന്നുള്ളത് രാജരാജനെ എപ്പോഴും പറയും അല്ലേ ഈശ്വരനി? രാജരാജൻ പറയാറില്ലേ കൊട്ടിനൊക്കെ ഒതുക്കം വേണമെന്നുള്ളത്? കൊട്ടിനൊക്കെ ഒതുക്കം വേണമെന്നുള്ളത് രാജരാജൻ പറയാറില്ലേ? അപ്പൊ കാണിക്കുന്നത് ഇപ്പൊ ശ്ലോകം ചെയ്യുകയാണെങ്കിലും ഇപ്പൊ കാണുന്ന ശ്ലോകത്തില്ല കൂടിയാട്ടത്തിന് വേണ്ടി അഭ്യാസമുണ്ട്. കാണുന്ന ശ്ലോകം രാജരാജൻ എന്താ പറയാന് ഗോഷ്ഠി കാണിക്കാൻ പറ്റില്ല. ഗോഷ്ഠി ഞങ്ങൾ കൊട്ടുന്ന കാണിച്ചിട്ടുണ്ട്. ആ ഗോഷ്ഠിയല്ല മുഖം കൊണ്ട് ഗോഷ്ഠി കാണിച്ചത്. പലരും ആരണത്തിന് ചോര ചെല്ലുമ്പോൾ മുക്കി മൂടി നമുക്കൊരു വിഷമം തോന്നും പലർക്കും. പക്ഷെ അത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് രാജരാജൻ ഞങ്ങളെ ഓരോ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ആശാന്റെ അനുഗ്രഹമാണ് കുഞ്ചേട്ടൻ നന്നായി എന്ന് പറഞ്ഞെങ്കിൽ അതിന് ഞാൻ ആശാനാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ചേട്ടനും അങ്ങനെ പറഞ്ഞത് അത് രാജരാജന്റെ അനുഗ്രഹമാണ്. കുഞ്ചേട്ടനും അങ്ങനെ പറയുന്നത്. ഈശ്വരനെ വളരെ ഗംഭീരമായിട്ട് കൊട്ടിയെന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ ഈശ്വരനെ തന്നെ കുറെ കാലമായി കൊട്ടിയിട്ട് കലാമത്തിൽ പഠിക്കുന്ന സമയത്ത് ഈശ്വരൻ കൊട്ടിയിട്ടുണ്ടാവും. അധികരിക്കുക കൂടുതല് ഞങ്ങൾക്ക്
ടീച്ചറെ വളരെ സന്തോഷം. കഴിഞ്ഞ മാസമാണ് ഈ ഏപ്രിൽ 24 നങ്ങ്യാർകൂത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടി ആലോചിക്കാമെന്ന് പ്രതി സംഘാടക സമിതി പ്രത്യേകിച്ച് പറയാമോ ഉദ്ദേശിക്കുന്നത് തീരുമാനിക്കുന്നത്. അന്ന് തന്നെ നങ്ങ്യാർകൂത്താണ് പരിപാടി വേണ്ടതെന്നും ടീച്ചറാണ് അവതരിപ്പിക്കുന്നത് എന്നും പറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ള അച്യുതൻ അടക്കം ടീച്ചറോ എന്നൊരു വാക്ക് ചോദിച്ചിട്ട് അത് തന്നെയാണ് ഞങ്ങൾ പ്രണതിയുടെ വിജയം ഞങ്ങൾ ഉറപ്പിച്ച് ഉദ്ദേശിക്കുന്നു. ടീച്ചർക്ക് അച്ഛൻ്റെ ഒരു പുസ്തകം കൈമാറുന്നതായി അച്യുതനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുന്നോട്ട് കാണിച്ചെങ്കിൽ അത് എൻ്റെ കേരളത്തിലല്ല, ആശാൻ എന്നെ അഭ്യസിപ്പിച്ചതിൻ്റെ, ആശാൻ പഠിപ്പിച്ചതിൻ്റെ കേരളത്തിൽ ആശാനാണ് ആ കേരളത്തിൽ കൊടുക്കുന്നത്. ഞാനൊന്നും ഭംഗിയായിട്ട് കാണിച്ചിട്ടില്ല. എനിക്ക് വെച്ചാൽ നമുക്കത്രേ ഉള്ളൂ, ഞങ്ങളുടെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ആശാൻ തന്നതാണ് ഞങ്ങൾക്ക്. ആ ഒരു ഭംഗിയാണുള്ളത്. എൻ്റെ ഒട്ടും കേരളത്തിലല്ല, ആശാനില്ല കേരളത്തിലാണ്. ആശാനെ വീട്ടിൽ കിട്ടുമ്പോൾ അവാർഡുകൾ വന്നിട്ടില്ല. ഇതൊക്കെ കിട്ടണത് ആശാനാണ്. അച്ഛൻ്റെ കൂടി ആശാന്റെ അനുഗ്രഹം എന്ന് നമുക്ക് മോഹിക്കാം. തീർച്ചയായിട്ടും ഇനി നങ്ങ്യാർകൂത്തിൽ ഇതിൽ പങ്കെടുത്ത ഏറ്റവും ചെറിയ കുട്ടി ഋതുപർണ, ചെറിയ മോള് ശാലിനിയുടെ മകള്, അവർക്കൊരു പുസ്തകമല്ല കൊടുക്കുന്നത്, ഒരു സ്നേഹം കൈമാറുകയാണ് അച്യുതൻ. മോളെ സ്വീകരിക്കും. താളത്തിൽ അനുഭവിച്ച ഒറ്റപ്പാലം NSS കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ശാലിനി ഹരീഷ്ണൻ അവർക്ക് സ്നേഹം കൈമാറുന്നു അച്യുതൻ. ഇന്ന് ഈ സമയം വരെ ഈശ്വരന് ബലവും താപമായി മാറിയ ശ്രീ കലാമണ്ഡലം വിവേകിന് സ്നേഹം കൈമാറുന്നു. ഇനി 2 വാക്ക് സംസാരിക്കാതെ ഉണ്ണിയേട്ടനോ ഉണ്ണികൃഷ്ണേട്ടനോ പോകാൻ പാടില്ല എന്നുകൂടി ആവശ്യപ്പെടുന്നു. ഈശ്വരൻ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും നിരവധി കാലത്തിന് ശേഷം നങ്ങ്യാർകൂത്തിൽ പങ്കെടുക്കുന്നു എന്നൊരു അനുഭവം കൂടി കാലമണ്ണ കുഞ്ഞുനായർ മെമ്മോറിയൽ ട്രസ്റ്റിൽ വെച്ച് നടത്താനായി എന്നൊരു ഭാഗ്യവും 2 ഉണ്ണിയേട്ടന്മാരും നമുക്കുണ്ട്. 2 പേരും ഒരുമിച്ച് സംസാരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷം, നിങ്ങൾക്ക് പ്രത്യേകിച്ച്. ഒന്ന് ആദ്യം ഉണ്ണി, രണ്ടാമത് ഉണ്ണിയാണ്, ഉണ്ണികൃഷ്ണൻ ഈശ്വരൻ ഉണ്ണി. എല്ലാവർക്കും പ്രത്യേകിച്ച് അച്യുതാശൻ, കൃഷ്ണദാശൻ, അതുപോലെ തന്നെ കുഞ്ചാശൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രഗത്ഭന്മാരായിട്ടുള്ള വേഷക്കാരാശന്മാരെ അന്നത്തെ തലമുറ ഞാൻ ഇടയ്ക്ക് കുറ്റം പറയാറുണ്ട്. എനിക്ക് 18 വയസ്സായി, ചില ആളുകൾക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. ഞങ്ങൾക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മഹാരഥന്മാരുടെ പിന്നാലെ നടക്കാനുള്ള ഭാഗ്യം കിട്ടിയവർക്ക് കുറ്റം കാണിക്കാറുണ്ട്, കുറ്റം പറയാറുണ്ട്. അതാണ് കയ്യിലുള്ളത്. അത് ഇത്രത്തോടെ എത്തിച്ച് സന്തോഷമുണ്ട്. പിന്നെ കുഞ്ഞുനായർ ആശാൻ സ്മാരക മെമ്മോറിയൽ, അതിനും പിന്നെ ആദ്യം രാജാനന്ദ സാറാണ് എനിക്ക് ബോംബെക്ക് എന്നെ ക്ഷണിക്കുന്ന ഈ ഗ്രൂപ്പിന്. ഞാൻ പോയപ്പോൾ അവിടെ അനൗൺസ് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കുഞ്ഞുനായ സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പുറത്താണ്. അങ്ങനെ എനിക്കൊരു കുറേ കാലം മുമ്പ് ഇത് വല്ലാത്ത ഓർമ്മയില്ല, ബോംബെയിൽ പങ്കെടുക്കാൻ പറ്റി. അതിന് ശേഷമാണ് തോന്നുന്നു ഒരു സ്കൂൾ LP സ്കൂൾ വെച്ചിട്ട് വിദ്യുതായ സ്മാരക മെമ്മോറിയൽ എന്നോട് ബന്ധിച്ച് കൂടിയാട്ടമായിട്ട് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഈ സ്ഥാപനം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കൂടിയാട്ടത്തിൻ്റെത് കേട്ടിരുന്നു. ഈ സത്യം തുറന്നു പറയുന്നത് ഞാൻ തുറന്നു പറയാറുണ്ട്. 2 വാക്ക് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ തൃക്കേട്ടയാണ്, ഇന്ദ്രനാണ് തൃക്കേട്ടയുടെ വ്യാപകപ്പെടാനുള്ള ദശാനാഥം. ഇന്ദ്രൻ ആയി കുറവില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമായിട്ടുള്ള മറുപടി, ഇഷ്ടം വെച്ച ശ്രേയസ് എന്നൊരർത്ഥം, തൽക്കാലത്തെ ഇഷ്ടം ഞാൻ തുറന്നു പറയാറുണ്ട്.
ഈ കുഞ്ചനായ സ്മാരക പ്രശ്നം നയ്യാറുകുത്തും കൂടിയാട്ടൊക്കെ തുടങ്ങിയത് കുറച്ച് കാലം പോയാണ്. ഞാൻ ആലോചിക്കുക എന്തൊക്കെ ഞങ്ങളൊന്നും വിളിക്കാത്തത് പൈസക്കൊന്നുമില്ല പരിപാടി നടത്താൻ അറിയിക്കുക ക്ഷണക്കത്തോടും എനിക്ക് കിട്ടാറില്ല. എന്ത് കുഞ്ചനായ പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സുകൊണ്ട് വല്ലാതെ കൊണ്ട് വൈരാഗ്യബുദ്ധിയോട് പോയിട്ട് വിമർശിച്ചിരുന്നു. വൈരാഗ്യം എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ശത്രുതയല്ല, ഒരു കലാകാരനായിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് വിളാവിനെ പകർത്ത് വന്ന അഭ്യാസനൊക്കെ കാണിച്ചത് ഞാൻ തന്നെയാണ്. എൻ്റെ വാരനാണ് ഭാഷ മരിച്ചു പോയി കൊടുത്ത സ്പെഷ്യൽ വഴിയാണ്. വിളാവിൽ പുതിയ മാറ്റങ്ങൾ പോലും ഉണ്ടാക്കിയിരുന്നത് ആശാന്റെ അനുഭവം കൊണ്ട് എൻ്റെ കൈകളിലേക്ക് തന്നെയാണ്. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അനവധി കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാനും അനവധി കുട്ടികൾ വരാനും സാധിച്ചു. പിന്നെ ഈ ശ്രാദ്ധഗീത എന്ന പേരിൽ അറിയപ്പെടുന്ന ചാക്രികന്മാരായിട്ടുള്ള ചാക്രികന്മാര് തുറന്നു പറയട്ടെ, ഈ മാറ്റി നിർത്തിയാലൊന്നും മാറണണ്ട ഈശ്വരനുണ്ട്. നിരവധി കാലമായിട്ട് ഇപ്പോഴും പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ചനായ സ്മാരക പ്രശ്നത്തിൽ വിളിക്കാത്തതിന് വിരോധമല്ല, വിദ്വേഷമല്ല, പകയല്ല. എൻ്റെ ശിഷ്യന്മാരും ഞാൻ എഴുതി കിട്ടിയിട്ടുള്ള ശിഷ്യത്തോടും മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. ഞാനാണ് എഴുതിയത്. ഇങ്ങനെയുള്ള എന്നെ വിളിക്കാത്തതിന് നല്ല പരിഭവം ഉണ്ടായിരുന്നു. അത് പിന്നെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഞാനിട്ട് തർക്കിക്കാറുണ്ട്. കുട്ടികളുടെ ഭാഗത്താണ് എൻ്റെ ഭാര്യ പറയുന്നത്. അപ്പം എന്നെ വിമർശിക്കും. ഉണ്ണിയാണ് എപ്പോഴും വിമർശനങ്ങൾ കൊണ്ട് എന്നെ വിമർശിക്കാറില്ല. കുട്ടികളായിട്ടുള്ള കുടുംബാന്തരീക്ഷവും തുറന്നു പറയുന്നത് ഞാൻ പറഞ്ഞൊക്കെ ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതല്ലേ വരുള്ളൂ. അതിന് വിമർശനം മുന്നേറ്റം ഞാൻ വിചാരിച്ചു നോക്കുമ്പോൾ എന്നോട് പോയപ്പോൾ ഞാൻ ശരിയാണോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നെ വിളിക്കുന്നതാണോ അതൊന്നല്ല, മുന്നേറ്റം എന്നെ വിളിക്കുക. കുട്ടികളുടെ കൂടെ കൊട്ടാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ കുട്ടികളുടെ കൂടെ കൂടെ പോകാറുണ്ട്. പിന്നെ എന്താ എന്നെ വിളിക്കാത്ത കൊണ്ട് ജീവിച്ച് അനവധി ആദ്യ പോലെ പ്രത്യേകിച്ച് ഇതൊക്കെ എനിക്ക് കാണാറുണ്ട്. യാദൃച്ഛികമായിട്ട് ഉണ്ണീഷൻ വന്ന ദിവസം നോക്കുന്ന പറയുന്നത് ഒരുമിച്ച് വന്ന് ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് എട്ടേഴായിരത്തി വരുന്നത്. അതുകൊണ്ട് ഈശ്വരിയോ ഉദ്യോഗസ്ഥന്മാരെ കൃഷിക്കുന്നു. ആദ്യം അച്ഛനാശൻ്റെ 100 ജന്മവാർഷികമാണ്. മഞ്ഞളുത്ത് കൊട്ടാൻ പോകാറുണ്ടോ മഞ്ഞളുത്ത് കൊട്ടാൻ പോയിട്ടു ഞാൻ കൊട്ടാൻ വിജയിക്കുന്നില്ല. കൊട്ടുണ്ട് മഞ്ഞൾ കുത്തുണ്ട്. മഞ്ഞൾ എവിടെയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായി. എന്താ തുറന്നു പറഞ്ഞാൽ വെച്ചാൽ ഞാൻ തുറന്നു പറഞ്ഞാണ്. അതുകൊണ്ട് ദേഷ്യദോഷമൊന്നുമില്ല. എല്ലാവരും ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. ഇന്ന് ഞങ്ങൾ വരാൻ പ്രധാന കാരണം ഉണ്ണീഷിൻ്റെ വാക്കാണ്. അല്ലെങ്കിൽ ഞാൻ വ്യത്യാസം എന്ന് പറയുന്നതെന്ന് പറയാം. കാരണം ഞാൻ ഒന്നിനും പിന്നാക്കം പോകാറില്ല. അച്ഛൻ പറയാറുണ്ട്, ബൃന്ദാവിനും പറയാറുണ്ട്, വെച്ച കാലം പിന്നാക്കം പോകും. അങ്ങനെ ഞാൻ ഇതുവരെ ആത്മാർത്ഥമായിട്ട് അർപ്പണമനോഭാവത്തോടെ അഹങ്കാരമൊക്കെ ഉണ്ട്. അഹങ്കാരം എന്ന് വെച്ചാൽ ഞാൻ എന്ന ഭാവമല്ല, അഹം എന്നുള്ള ഭാവം എന്നിലുണ്ട്. അതാണ് ഞാൻ ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. പല അഭിപ്രായങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളും എനിക്ക് നേരിട്ട് ചാക്രികകൂത്ത് പറയുമ്പോൾ എൻ്റെ വാക്കിൻ്റെ മഹിമ രണ്ടിൽ ഗുളികനാണ്. യോഗീശ്വരനൊക്കെറിയാം. ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. നിത്യാഭിഭാഷയുടെ വാക്കുകൾ അതിനാൽ സൂര്യപാനങ്ങളോട് വെച്ചപ്പോൾ അതിൻ്റെ ഗുണം ആ 2 വ്യാഴമുണ്ടാവുന്നു. 2 ഗുളിക ഉണ്ടാവുന്നു. 11 വ്യാഴമാണ്. അതുകൊണ്ട് മുഷ്കാരം ചെയ്യുമെന്നുള്ളൊരു ഭയം അടിയന്നില്ല പുല്ലാണിതെല്ലാം നിൽക്കുന്നത്. ഞാനൊന്നും കണക്കാക്കാറില്ല. എത്ര ബഹുമതി കിട്ടിയാലും ഞാൻ ഈശ്വരൻ തന്നെയാണ്. അച്ഛന്യാസം പറഞ്ഞേ അച്ചുണ്ണി ചോട്ടാ ബ്രഹ്മത്തൊക്കെ പറയാറുണ്ട്. ആശാന യാതൊരു ഭാവവ്യത്യാസമില്ല. അതുപോലെ ഞാൻ ഉണ്ണിയായിട്ട് ചെയ്യുന്ന മോഹം എന്നെ വിളിക്കാൻ ഉണ്ണീഷൻ തോന്നിയതും അതിന് കാരണം ഉദ്യോഗസ്വാമി കൃഷ്ണനാണ്. അതിനെ ഉണ്ണീഷൻ വിളിക്കുക. അതുകൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം മറ്റും വിളിച്ചില്ലാന്നോ വിളിക്കുക ആക്ഷേപമായിട്ട് തോന്നിയത് എൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. അത് തുറന്നു പറഞ്ഞതാണ്. അതിന് അത് നിസ്സാരമായിട്ട് വിളിപ്പിച്ചാൽ മതി. അതായത് അതുപോലെ വൈരാഗ്യമോ ദേഷ്യമോ ഒക്കെ തോന്നുന്ന ആൾക്കാർ തോന്നും. അതായത് ഉപദേശം ഏമായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ മാത്രം വിളിക്കാണ്ട് മറ്റുള്ളവരെ വിളിക്കുമ്പോൾ എന്താ തോന്നി. കൃഷ്ണപ്രകാശ പറയുകയായി ഗോതമ്പത്ത് വെച്ച് പാഞ്ചാലൻ, അതുപോലെ തന്നെ സംഗീതാക്കാതെ ചെയർമാനൊക്കെ ഇരിക്കുമ്പോൾ ഗോതമ്പത്ത് വെച്ചിട്ട് കഥകളിൽ കൃഷ്ണൻകുട്ടി പൊതുവാൾ എങ്ങനെയാണോ അതുപോലെ ഈശ്വരൻ വിളാവിലെന്ന് കൊച്ചിനെയും തമ്മിൽ ചെയർമാനായപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ അന്നത്തെ പ്രായം കൊണ്ട് ഞാനൊരു കൂട്ടക്കാരനായിരുന്നു. ഞാൻ അപ്പോൾ എന്നെ മാത്രം പറയാത്ത എന്താണെന്നൊരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാണ്. അതൊക്കെ കഴിഞ്ഞു. സന്തോഷമുണ്ട്. ഈ എപ്പോൾ വിളിച്ചാലും ഏത് സമയത്തും അങ്ങോട്ട് വരും. കുട്ടികളെ വയ്ക്കുന്ന വലിയവരെ വയ്ക്കുന്ന അത് വിളിക്കണം. എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ അത് എനിക്ക് മുമ്പ് കൂട്ടി അറിയിക്കുന്ന ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ഇപ്പോൾ 29 വയസ്സിന് മുമ്പേക്ക് പോകാറും. പ്രത്യേകിച്ച് രാജാനു സാറും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അധികം പ്രധാനപ്പെട്ടതാക്കില്ല. ഇതൊക്കെ കാരണം
ഞാൻ വേറെ പ്രമുഖയിലൊക്കെ അച്യുനാശനും നമ്പ്യാരാശനും ഒക്കെ രാമചാക്യരാശൻ കൃഷ്ണപിള്ളാശൻ അതുപോലെ തന്നെ രാമപ്യാശൻ ഇവരുടെയൊക്കെ ആ മറ്റേ ആ 150 വർഷം പഴക്കമുള്ള അവരുടെ കുട്ടിക്കാലം മുതലുള്ള സാംസ്കാരിക പരമ്പരയുടെ ബാക്കി പത്രങ്ങളാണ് ഞങ്ങൾ രണ്ടാമത്തെ ആൾക്കാരാണ് രാമപുരത്തിൽ ഞാനും ഈശ്വരൻ. അതൊരു ഭാഗ്യമായി. അതാണ് ഞങ്ങൾ എന്ത് ഉപരി കാണിക്കുകയാണെങ്കിലും അവരുടെ അനുഭവം കൊണ്ട് എല്ലാ രീതിയിലും ഒന്നാമതായിട്ട് ഒന്നായിട്ട് വരാൻ സാധിക്കാറുണ്ട്. അതുപോലെ അവരുടെ അനുഭവം എപ്പോൾ ഉണ്ടാവട്ടെ. ആ സാമാജികമായിട്ട് സഭാവാസികൾക്ക് എന്തും ആനന്ദം നൽകാൻ ഞങ്ങളിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അവിവേകമായിട്ട് വാക്കാൻ തോന്നുന്നത് ഉള്ളു തുറക്കുക എന്നൊക്കെ പറയും. ഉള്ളു തുറക്കുമ്പോഴാണല്ലോ മനഃശുദ്ധം. എൻ്റെ 5-ാം ഭാവം ജ്യോതിഷത്തിൽ ശുദ്ധ. 5-ാം ഭാവം ഒന്നുമില്ല. 5-ാം ഭാവം മനസ്സ് ശുദ്ധമാണ്. അവിടെ തുറന്നു പറഞ്ഞാണ്. എല്ലാവരെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉണ്ണിയേശ്വരൻ കൈമാറുന്നു. നന്ദി. അതിനു മുമ്പ് ഒറ്റ വാക്ക് കൂടി. ഉണ്ണിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് രണ്ടുപേരും ഉണ്ണിയേട്ടനാണ്. ഈശ്വരൻ ഉണ്ണിയേട്ടൻ പറഞ്ഞ കാര്യങ്ങളോട് തീർച്ചയായിട്ടും സംഘാടക സമിതി എന്ന രീതിയിൽ പ്രണതി എന്ന സംഘടനയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. ആദ്യമായിട്ട് കുഞ്ഞുനായർ മെമ്മോറിയൽ ട്രസ്റ്റിൽ അദ്ദേഹത്തെ എത്തിക്കാൻ ആയി എന്നതിൽ അതിൻ്റെ ആദ്യ ചെയർമാനായ സംഘാടകൻ എല്ലാമായ രാജാമദേവൻ ഈശ്വരനെ ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. ഇനിയും ധാരാളം അവസരങ്ങൾ എന്ന് പറയാൻ പാടില്ല. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണമെന്ന് കൂടി അറിയിക്കുകയാണ്. ഇനി മറ്റൊരു വാക്കുകൾക്കും ആവശ്യമില്ലാത്ത ഉണ്ണികൃഷ്ണൻ ഈ പരിപാടിയെ സംഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തിന് മൈക്ക് കൈമാറും. ഇനിയൊന്നും പറയുന്നതില്ല. നിങ്ങളോട് വെക്കുമ്പോൾ ഗ്രാമത്തിലെ പഴയകാല ഒരു അരങ്ങാണ് എനിക്ക് ഓർമ്മ വന്നത്. കൂടിയാട്ടം ധാരാളം ഒന്നും ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. അരങ്ങവതരണങ്ങൾ ഒട്ടുമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു കാലത്തായിരുന്നു ഈശ്വരനെയൊക്കെ കലാമണ്ഡലത്തിൽ വിഴാവ് ചേർന്നത്. സാധാരണ രീതിയിൽ വിഴാവും കൂടിയാട്ടം ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിഴാവ് പഠിച്ചതിന് ശേഷം ഒരുപക്ഷെ നമ്മുടെ കച്ചേരിയിലെ കാരക്കുടി, ലാൽക്കുടി അല്ലെങ്കിൽ മുന്നക്കുടിയൊക്കെ മാറിയതുപോലെ കൂടിയാട്ടത്തിൽ നിന്ന് സ്വന്തമായി തായമ്പകയും മേളവും കേളിയും ഒക്കെ പുതിയതായ അവതരണങ്ങൾ ഉണ്ടാക്കിയതിൽ പ്രധാന ആശാനാണ് ഈശ്വരൻ. നേരത്തെ ഈശ്വരൻ പറയണ്ടായി നമ്പ്യാരാശാൻ തായമ്പ കൂട്ടിയും. പക്ഷെ അതിനൊക്കെ വളരെ വിപുലമായ രീതിയിൽ പുതിയ മേഖലകൾ കണ്ടെത്തിയതോടുകൂടി വിഴാവ് ധാരാളം സാധ്യതകൾ ഉണ്ടായി. അതെല്ലാവരും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് കുടിയാട്ടത്തിൽ വിഴാവ് പഠിച്ചാലും ഇപ്പോൾ ഈശ്വരനി പോകുന്നില്ല, 50 കൊല്ലമായി നമ്പ്യാരമുഖത്തിന് പോയിട്ടില്ല എന്ന് പറയാൻ കാരണം ഈശ്വരനിക്ക് മറ്റു പല മേഖലകളിലും പരിപാടികൾ ധാരാളമുണ്ട്. കൂടിയാട്ടത്തിൽ വിളിച്ചാൽ പോകാൻ അദ്ദേഹത്തിന് മടിയാണ്. ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞാൽ റെസ്റ്റ് ഉണ്ട്. മറ്റൊന്നുമില്ല, തുടർച്ചയായിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എങ്കിലും ഒരു അരങ്ങ് വളരെയധികം കേന്ദ്ര ഗവൺമെന്റ് സ്കീമോട് കൂടി 12 കൂടിയാട്ടം നടത്താൻ വേണ്ടിയിട്ട് ഓരോ കൊല്ലം കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് സംഘടനകൾക്കാണ് കേരളത്തിൽ കിട്ടുക. അങ്ങനെ ആ സംഘടനകൾ വീതിച്ച് നൽകുന്ന കലാമണ്ഡലത്തിൽ കിട്ടുന്ന 12 കൂടിയാട്ടങ്ങളാണ് അക്കാലത്തൊക്കെ 70-80 കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇനിയും ഈ പരിപാടിയോട് അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷം ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. തുടർന്ന് അടുത്ത മാസം ചെറുത്തുവാശാന്റെ അനുസ്മരണ പരിപാടി വ്യത്യസ്ത മേഖല ആയി ബന്ധപ്പെട്ട് മെയ് 16 എന്നാണ് 75% ധാരണയായിരിക്കുന്നത്. കേളി ആണ് അന്നത്തെ വിഷയം. കേളി ചെണ്ടയും മദ്ദളം ചേർന്ന 4 ചെണ്ട 4 മദ്ദളം ചേർന്ന എന്താ കൊച്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാൾ പ്രകമ്പനം കൊള്ളിക്കുന്ന കേളി ആണ്. അത് ശിവേട്ടനെ സംവാദത്തിൽ വിളിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരും നേരത്തെ തന്നെ വന്ന് ഭക്ഷണം കഴിഞ്ഞ് പോകണമെന്ന് വീണ്ടും
ഇത് ഒരു ഔപചാരികത മാത്രം. ഇതിന് മൊത്തം സംഭാവകനായ ഉണ്ണികൃഷ്ണൻ, പ്രത്യേകിച്ചും അദ്ദേഹത്തെ പറ്റി ഒരു മുഖാരിയുടെ ആവശ്യമില്ല. ഇന്ന് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തു എന്നതിനാൽ മാത്രം എന്നുകൂടി പറയാം. അദ്ദേഹത്തിന് കൂടി ഒരു പൊന്നാട നൽകി ആദരിക്കുകയാണ്. രാജാനന്ദേട്ടനും അച്ചുവേട്ടനും ഒന്നിച്ച് അത് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും വരും മാസങ്ങളിലും പ്രണതി കൂടുതൽ ഭംഗിപൂർവ്വമായി പര്യവസാനിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് വിരമിക്കാം. എല്ലാവരും